അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫിൽ ഒരു നഷ്ടവും ഇല്ലാത്ത കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്തു പോകല്ലേ, പൂർണ്ണമായും കേൾക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അത്രയും മഹത്തായ ഒരു കാര്യമാണ് പറയുന്നത് ഇൻഷാ അള്ളാഹ്. റമളാനു ഷരീഫിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം. പലരും ഇന്ന് ജോലി തിരക്കിലാണ്, അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഓതാൻ സമയം പലർക്കും കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരൊക്കെയുണ്ട്. എന്നാൽ എല്ലാവർക്കും കാണാതെ അറിയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ആ സൂറത്ത് അറിയാത്തവർ ആരും ഉണ്ടാവുകയില്ല. ആ സൂറത്തിനെ 3 തവണ ഓതിയാൽ ഖുർആൻ ഖത്മ് ചെയ്തവനെ പോലത്തെ പ്രതിഫലം അവനിക്ക് ലഭിക്കും. അപ്പോൾ ഒരു ദിവസം 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖത്മ് ഓതിയവനെ പോലത്തെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മാഷാ അല്ലാഹ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല എങ്കിൽ വിശുദ്ധ റമളാനിൽ കൂടുതൽ ഖത്മ് തീർക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കാറുള്ളത്. എന്നാൽ നമുക്കതിന് സമയം കിട്ടുന്നില്ല, എന്നാൽ കുറഞ്ഞ സമയമേ ഓതാൻ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പരാതിയുള്ളവർ, വിഷമം അനുഭവിക്കുന്നവർ സൂറത്തുൽ ഇഖ്ലാസ് യാത്രയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കടയിലിരിക്കുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്ന ഉമ്മമാരാണെങ്കിലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒന്ന് പാരായണം ചെയ്താൽ 3 തവണ ഒരു സമയം തന്നെ 3 തവണ പാരായണം ചെയ്താൽ ഖുർആൻ പൂർണ്ണമായും ഓതിയവനെ പോലത്തെ ഒരു പ്രതിഫലം അല്ലാഹു തആല തരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി നാം ഓതണം. ഇനി നമുക്ക് അതിനും സമയം കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അവര് ഈ വീഡിയോ കണ്ട് ഒരാൾ ഓതിയാൽ അവർ ഓതിയത് പോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയും നിങ്ങൾ ഓതുകയും അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തു അവരും ഈ വീഡിയോ കണ്ട് കേട്ട് അവരും ഓതിയാൽ അവർ ഓതുന്നത് പോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. നഷ്ടമില്ലാത്ത വലിയ ലാഭമുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ലഭിക്കുന്ന ഒരു നേട്ടവും കൂടി പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലെ വാതിലിനരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്ത് കൊണ്ടുവന്ന സ്വഹാബത്തുൽ കിറാമിനോട് ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന്റെ മേൽ വല്ല കടവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബത്തുൽ കിറാം ഹബീബിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇദ്ദേഹത്തിന്റെ പേരിൽ 4 ദിർഹം കടമുണ്ട്, അത് വീട്ടാതെയാണ് ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് മുത്തുനബി പറഞ്ഞു, എന്നാൽ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുകയില്ല എന്ന് മുത്തുനബി മറുപടി പറഞ്ഞപ്പോൾ ആ സമയം തന്നെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, അല്ലാഹു തആല അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹബീബിനോട് പറഞ്ഞു, ആ മനുഷ്യന്റെ 4 ദിർഹം കടമുണ്ടല്ലോ, അത് എന്നെ മനുഷ്യരൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞയച്ചുകൊണ്ട് ആ കടം വീട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യന്റെ പേരിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മുത്തുനബി ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിച്ചു. ശേഷം മുത്തുനബി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഈ മനുഷ്യനിക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തത്, ആ മനുഷ്യൻ 100 തവണ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു എന്നവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തത് കാണാം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം 100 തവണ പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും.
നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അതിലൂടെ തുറന്നു കിട്ടും. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫല്ലേ, നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ചെറിയ കടമുണ്ട്, കടം വീടാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.